മഹോന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചന ചിന്തയ്ക്കു വേണ്ടിയിട്ട് സങ്കീർത്തനം 11 അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇത് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ദാവീദിൻ്റെ ജയം എന്ന് പറയുന്നത്, ദാവീദിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബലം എന്ന് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ആരാണോ അവൻ ശക്തനാണ്, അവൻ ബലവാനാണ്. യഹോവയെ തന്നെ ആശ്രയമാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ ആരാണോ അവനാണ് ബലവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാവീദ് ഇവിടെ പറയുകയാണ്, യഹോവയായ ദൈവമേ, അങ്ങ് എൻ്റെ ശരണമാണ്, അങ്ങ് എൻ്റെ സങ്കേതമാണ്, അങ്ങ് എൻ്റെ ഉറപ്പുള്ള പാറയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, യഹോവയെ തന്നെ, സർവശക്തനായ ദൈവത്തെ തന്നെ, പരിശുദ്ധയാത്മാവിനെ തന്നെ നിങ്ങളുടെ ശരണമായി, നിങ്ങളുടെ ആശ്രയമായി നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നും ജയമായിരിക്കും. എന്നാൽ ഇവിടെ ഈ 1-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ വിചിത്രമായ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? അപ്പോൾ ഇവിടെ ദാവീദിനോട് ആരൊക്കെയോ പറയുകയാണ്, പക്ഷികളെ, ദാവീദിനെ വിളിക്കുകയാണ് പക്ഷികളെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയെ ആട്ടിക്കളയുന്നത് പോലെ, പക്ഷിയെ ഓടിച്ചു കളയുന്നത് പോലെ ആരൊക്കെയോ ദാവീദിനെ ആ ദേശത്ത് നിന്ന്, ദാവീദ് ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആട്ടി അകറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു മനുഷ്യന് കൊടുക്കേണ്ട ഒരു സാമാന്യ വില പോലും കൊടുക്കാതെ, നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത്, അടുക്കളയുടെ ഭാഗത്തൊക്കെ പക്ഷികൾ, കാക്കയൊക്കെ വന്ന് ചില സമയങ്ങളിൽ ഇരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്ന വേസ്റ്റ് കൊത്തിപ്പറിക്കുവാനായിട്ട് കാക്കകൾ വന്നിരിക്കുമ്പോൾ, ആ കാക്കകൾ നമുക്ക് സ്വൈര്യക്കേടായി മാറുമ്പോൾ പലപ്പോഴും മനുഷ്യർ കാക്കകളെ ആട്ടി ഓടിക്കാറുണ്ട്. ആട്ടി ഓടിക്കുന്നത് ഭവ്യതയോടെയൊന്നുമല്ല, അരുതാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ ശല്യം ഇവിടെ നിന്ന് പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ പക്ഷികളെ ആട്ടി ഓടിക്കാറുണ്ട്. ഇതുപോലെ ദാവീദിനെ ചില വ്യക്തികൾ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. നീ ഈ ദേശത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറുക്കുവാനായിട്ട്, തിന്നുവാനായിട്ട്, അവകാശമാക്കുവാനായിട്ട് ശ്രമിക്കാതെ ആ കാണുന്ന ശൂന്യമായി കിടക്കുന്ന പർവ്വതത്തിലേക്ക് നീ ചെല്ല്. ഇവിടെ നിനക്ക് അവകാശമില്ല, ഇവിടെ നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് ദാവീദിനെ അപകീർത്തിപ്പെടുത്തുവാൻ, അവനെ ആ ദേശത്ത് നിന്ന് ആട്ടിക്കളയുവാനായിട്ട് ആ ദേശവാസികൾ ശ്രമിക്കുകയാണ്. ഇതുപോലുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് നിനക്കൊരു മനുഷ്യന് തരേണ്ട മാന്യത പോലും തരാതെ, മനുഷ്യന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പലപ്പോഴും നിന്നെ മാറ്റിക്കളയുന്ന, നിന്നെ ആട്ടി അകറ്റാനായിട്ട് ശ്രമിക്കുന്ന, നിനക്ക് ഒരു വിലയും തരാതെ നിന്നെ മൂലയ്ക്കിടാൻ ശ്രമിക്കുന്ന ചില അനുഭവങ്ങൾ നിന്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് നിന്റെ ദേശത്തിലായിരിക്കാം. നിന്റെ കുടുംബക്കാർക്ക് തരേണ്ട ഒരു മാന്യത പോലും ആ ദേശവാസികൾ തരാതെ നിങ്ങളെ സ്വൈര്യം കെടുത്തുന്ന, ആ ദേശത്ത് നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന ചില നിന്ദാകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പക്ഷേ ആ അനുഭവങ്ങൾ കണ്ട് നീ പതറേണ്ടവനല്ല. അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഇത്തരം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, അതിലൂടെ, ആ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ, ആരും മാന്യത കൽപ്പിക്കാതെ സകലരും തള്ളിക്കളയുന്ന അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, ദാവീദിനെ പോലെ ഇന്ന് നീ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ഞാൻ ശരണമാക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്, ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അതാണ് എക്കാലത്തും ദാവീദിൻ്റെ ബലമെന്ന് പറയുന്നത്. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനായ മനുഷ്യന്റെ മുമ്പിൽ
ഇസ്രയേൽ സൈനിക നിര പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് ബാലനായ ദാവീദ് ഗോലിയാത്തിനു നേരെ പാഞ്ഞു ചെല്ലുകയാണ്. പാഞ്ഞു ചെല്ലുന്ന സമയത്ത് ഗോലിയാത്ത് ദാവീദിനോട് പറയുന്ന കാര്യമുണ്ട്, ഇന്ന് ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കും. ദാവീദിന്റെ മറുപടി, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഇതാണ് ഒരു മനുഷ്യന്റെ ഫലം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പലപ്പോഴും നിന്ദാകരമായ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട്, വളരെ സ്പഷ്ടമായിട്ട് നിങ്ങളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട. യഹോവയിൽ തന്നെ ഉറച്ചു നിൽക്ക്, യഹോവയിൽ തന്നെ ആശ്രയിക്ക്. അവൻ തന്നെ നിന്റെ ശരണമായിരിക്കുക, അവനെ നീ മുറുകെ പിടിക്ക. വരും ദിവസങ്ങളിൽ നിനക്കൊരു മാന്യത തരുവാനായിട്ട്, നിനക്ക് ആ ദേശത്തൊരു വില തരുവാനായിട്ട്, നിന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്ദയുടെ സമയം, അപകീർത്തിയുടെ സമയം, നിന്നെ ഒറ്റപ്പെടുത്തിയ സമയം അത് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുമാറ്, അത് പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമാറ് ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, ദൈവവചനത്തെ മുറുകെ പിടിക്കുക. നിന്റെ കാലടികളെ ദൈവവചനത്തിൽ ഉറപ്പിക്കാമെങ്കിൽ, ദൈവത്തിൽ തന്നെ ആശ്രയവും ശരണവും നീ വെക്കാമെങ്കിൽ, നിന്റെ സ്ഥിതിക്ക് ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വീണ്ടും എടുത്തു പറയുന്നു, അനേക ദിവസങ്ങൾക്ക് ശേഷമല്ല, വരും ദിവസങ്ങളിൽ നിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം വരുത്തുവാൻ പോവുകയാണ്. പക്ഷിയെ പോലെ, പക്ഷിയെ ആട്ടിക്കളയുന്നത് പോലെ നിന്നെ ആട്ടിക്കളഞ്ഞ ഈ ദിവസങ്ങൾക്ക് എൻ്റെ ദൈവം വിരാമം കുറിക്കുവാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളിൽ ഇവരെ നിന്ദിച്ചിട്ടുള്ള ഒരു പക്ഷിയെ ആട്ടിക്കളയുന്നത് പോലെ ഒരു മാന്യതയും കൊടുക്കാതെ, ഒരു വിലയും കൊടുക്കാതെ ഇവരെ ആട്ടിക്കളഞ്ഞ ആ ദിവസങ്ങൾക്ക് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനായി, ഒരു സമാപ്തി വരുത്തുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇവർക്കൊരു മാന്യത കൊടുത്താട്ടെ. അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ദേശത്ത്, ആ കുടുംബത്തിനകത്ത് നിന്ദിച്ചവരുടെ മധ്യത്തിൽ ഇവർക്ക് വിശാലമായ ഒരു മേശ ഒരുക്കുന്നതിനായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.